ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഝാർഖണ്ഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ മുതൽ. എല്ലാ ഭാഷകളെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ കരുത്തുറ്റ ഒരു രാജ്യം സൃഷ്ടിക്കാനാവൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സമഭാവനയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറി. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. 3 സംസ്ഥാനങ്ങളിലും നാളെ മുതൽ ആരംഭിക്കുന്ന സന്ദർശനത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ. 6 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. 660 കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. തിങ്കളാഴ്ച ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഗുണഭോക്താക്കളുമായി ശ്രീ മോദി സംവദിക്കും. 4ാമത് ഗ്ലോബൽ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനമാണ് ഗുജറാത്തിലെ മറ്റ് പരിപാടികൾ. ചൊവ്വാഴ്ച ഒഡീഷയിലെത്തുന്ന ശ്രീ മോദി ഭുവനേശ്വറിൽ 3800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. എല്ലാ ഭാഷകളെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ കരുത്തുറ്റ ഒരു രാജ്യം സൃഷ്ടിക്കാനാവൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ ഹിന്ദി ഭാഷ അഭൂതപൂർവമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഹിന്ദിയും മറ്റ് ഭാഷകളും പരസ്പര പൂരകമായതിനാൽ അവ തമ്മിൽ മത്സരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഔദ്യോഗിക ഭാഷാ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെയും 4ാമത് അഖില ഭാരതീയ രാജ്ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ അമിത് ഷാ. ഹിന്ദി ദിനമായ ഇന്ന് ഹിന്ദി ഔദ്യോഗിക ഭാഷയായി 75 വർഷം തികയുന്നതിന്റെ സ്മരണാർത്ഥമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഔദ്യോഗിക ഭാഷാ വകുപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് രാജ്യം വിട നൽകി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറി. ജമ്മുകശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ദോഡയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഈ മാസം 18-നാണ് ജമ്മുകശ്മീരിലെ 24 മണ്ഡലങ്ങളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതേസമയം ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ ഊർജ്ജിതമായി. ഇന്ന് ഉച്ചതിരിഞ്ഞ് കുരുക്ഷേത്രയിലെ തീം പാർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ ശ്രീ മോദി അഭിസംബോധന ചെയ്തു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിരീക്ഷകരെ നിയോഗിച്ച് AICC. മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, അജയ് മാക്കൻ, പ്രതാപ് സിംഗ് ബജ്വ എന്നിവരെയാണ് നിരീക്ഷകരായി കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മാസം 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് നടക്കും. വ്യാപാരികൾ, മൊത്തക്കച്ചവടക്കാർ എന്നിവർക്ക് ഗോതമ്പ് സ്റ്റോക്ക് കൈവശം വയ്ക്കുന്നതിനുള്ള പരിധി കേന്ദ്രം പുതുക്കി നിശ്ചയിച്ചു. 2000 മെട്രിക് ടണ്ണാണ് പുതിയ സ്റ്റോക്ക് പരിധി. നേരത്തെ ഇത് 3000 മെട്രിക് ടണ്ണായിരുന്നു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ നവാഗത സിനിമാ പ്രതിഭകൾക്കായി പ്രത്യേക വിഭാഗമൊരുക്കും. ഈ വിഭാഗത്തിലുള്ള മികച്ച 5 ചിത്രങ്ങളായിരിക്കും തിരഞ്ഞെടുത്ത് പ്രദർശിപ്പിക്കുക. യുവ സംവിധായകരുടെ ക്രിയാത്മക വീക്ഷണവും കഥ പറച്ചിലിലെ പുതുസമീപനവും ഉൾപ്പെടുന്ന സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യയ്ക്കായി 2 ഗോളുകളും നേടിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ബെൽജിയത്തിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:52-നാണ് മത്സരം.
കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 85 റൺസ് വിജയലക്ഷ്യം 17.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ തൃശൂർ മറികടക്കുകയായിരുന്നു. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. സമഭാവനയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസസ്ഥലത്തും ഗൃഹാതുര സ്മരണകളോടെ നാളെ തിരുവോണം ആഘോഷിക്കും. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ കാലദേശ സീമകൾക്ക് അതീതമാണ്. ഒരു റിപ്പോർട്ട്. ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന നന്മയുടെ പ്രതീകമായി നാളെ തിരുവോണമെത്തുന്നു. നാടും നഗരവും ഓണത്തിരക്കിലാണ്. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് ഇന്ന്. സമത്വത്തിന്റെയും ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി എത്തുന്ന ഓണം മലയാളികളുള്ളയിടത്തെല്ലാം സ്നേഹസൌരഭമായി നിറയുകയാണ്. അനാദിയായ കാലപ്രവാഹത്തിലും കെടാതെ നിൽക്കുന്നു ഓണത്തിന്റെ സ്വത്വവും സന്ദേശവും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി. സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞതാകട്ടെ ഓണമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, പ്രതിപക്ഷ നേതാവ് വി സതീശൻ തുടങ്ങിയ പ്രമുഖരും. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സന്ദേശം ലോകമെങ്ങും എത്തട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിച്ച സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഈ ഓണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലയാളികൾ ഏറെയുള്ള UAEയിലും ഓണാഘോഷങ്ങൾ സജീവം. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള തനിമ വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട്. ഉപ്പേരി, ശർക്കര വരട്ടി ഉൾപ്പെടെയുള്ള വിഭവങ്ങളും ഓണക്കിറ്റുകളും ആഘോഷത്തിന്റെ ഭാഗമായി കടകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും പൂക്കളമൊരുക്കി. പായസമേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചതായി മന്ത്രി GR അനിൽ. ഉത്രാട ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ 16 കോടി രൂപയുടെ വിൽപ്പനയാണ് ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നടന്നത്. 24 ലക്ഷത്തിലധികം പേർ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. അർഹരായ 92% റേഷൻ കാർഡ് ഉടമകളും സൌജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല സന്നിധാനത്ത് ഇന്ന് ഉത്രാടസദ്യ നടന്നു. തിരുവോണ ദിനമായ നാളെ രാവിലെ 5-ന് നട തുറക്കും. നാളെ ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയായി ഓണസദ്യ നടക്കും. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത ശനിയാഴ്ച നടക്കും. 38 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 17 ദശലക്ഷത്തിലധികം വോട്ടർമാരാണ് ശ്രീലങ്കയിലുള്ളത്. നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, SJB സ്ഥാനാർത്ഥി സജിത് പ്രേമദാസ, NPP നേതാവ് അനുര കുമാര ദിസനായകെ തുടങ്ങിയവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. റഷ്യയുടെ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള US ഉപരോധം ആശങ്കാജനകമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖരോവ. മോസ്കോയിൽ നടന്ന ബ്രിക്സ് മാധ്യമ ഉച്ചകോടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. റഷ്യയുടെ രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് മാധ്യമ ചാനലായ RTക്കെതിരെ ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. മ്യാൻമറിൽ യാഗി ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച വെള്ളപ്പൊക്കത്തിൽ 2,30,000-ത്തിലധികം ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ദുരന്തത്തിൽ 33 പേർ മരിച്ചതായി സൈന്യം അറിയിച്ചു. ഈ വർഷത്തെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ യാഗി ചുഴലിക്കാറ്റ് വിയറ്റ്നാം, ചൈനീസ് ദ്വീപായ ഹൈനാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞയാഴ്ചയാണ് ആഞ്ഞടിച്ചത്. ദുരന്തത്തിൽ വിയറ്റ്നാമിന്റെ വടക്കൻ മേഖലയിൽ 254 പേർ മരിക്കുകയും 82 പേരെ കാണാതാവുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഝാർഖണ്ഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ മുതൽ. എല്ലാ ഭാഷകളെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ കരുത്തുറ്റ ഒരു രാജ്യം സൃഷ്ടിക്കാനാവൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സമഭാവനയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറി. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.